എന്ന് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലത്തെ വെജിറ്റബിൾസ് കാണിച്ചു തരുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കുമ്പളങ്ങ കണ്ടപ്പോൾ അതൊന്ന് പൊരിച്ച് തിന്നണമെന്ന്. അപ്പോൾ ഇന്ന് അതാണ് ഈ വീഡിയോ. അപ്പം കുമ്പളങ്ങ പൊരിച്ചിട്ടുണ്ട് കണ്ടോ, നല്ല സോസൊക്കെ വെച്ചിട്ട് ഭംഗിയിലാട്ടെ നമുക്ക് പൊരിച്ചിട്ടുണ്ട്. നമുക്ക് ഒന്ന് തിന്ന് നോക്കാം, ടേസ്റ്റ് ഉണ്ടോയെന്ന് അറിയണമെങ്കിൽ നമുക്ക് തിന്നോക്കണ്ടേ. അടിപൊളി അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. രാവിലെ കുറച്ച് കുമ്പളങ്ങ പൊരിച്ച് സ്കൂളിൽ പോകണ്ടേ നമുക്ക് ഉണ്ടായപ്പം ഞാൻ കുട്ടികളോട് ചോദിച്ചു, ഇത് കിഴങ്ങ് പൊരിച്ചാണോ, സോയാബീൻ പൊരിച്ചാണോ, കോളിഫ്ലവർ പൊരിച്ചാണോ, അങ്ങനെ എന്തെങ്കിലും ആണോ, കുമ്പളങ്ങ പൊരിച്ചാണോ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അവർ പറഞ്ഞു ചില ആൾക്കാർ സോയാബീൻ പൊരിച്ചതെന്ന് പറഞ്ഞു, ചില ആൾക്കാർ കിഴങ്ങ് പൊരിച്ചതെന്ന് പറഞ്ഞു, ചില ആൾക്കാർ കോളിഫ്ലവർ പൊരിച്ചതെന്ന് പറഞ്ഞു. ശരിക്കും കാണാൻ കിഴങ്ങ് പൊരിച്ച മാതിരിയാണ്. പക്ഷെ ഇത് കുമ്പളങ്ങയാണെന്ന് പറഞ്ഞപ്പോൾ ഒരു ഞെട്ടി, കുമ്പളങ്ങ പൊരിക്കാനൊക്കെ ഉപയോഗിച്ചിട്ട്. അപ്പം ഞാൻ അവർക്കൊന്ന് ട്രൈ ചെയ്യാൻ കൊടുക്കാം, ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ട്രൈ ചെയ്തൊക്കെ അടിപൊളിയാണ്. അപ്പോൾ മാത്രമേ ഉള്ളൂ ഉപ്പിടാൻ പറ്റുക. കാരണം നിങ്ങൾ കിഴങ്ങിലൊക്കെ മുന്നിനെ ഉപ്പിട്ട് ആകെ വെള്ളം പോലെ ആയിട്ടുണ്ടാവില്ലേ, അതുമാതിരി ഇതാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിക്കനും കിഴങ്ങും ഇതൊക്കെ പൊരിക്കണമായിട്ട് തന്നെ ഇൻഗ്രീഡിയൻസ് തന്നെ ഇതിലും ഇട്ടിട്ടുള്ളത്, വേറെ മാറ്റമൊന്നുമില്ല. സംഗതി സക്സസ്സാണ്, എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ്, ചെയ്ത് നോക്കാതിരിക്കരുത്. അപ്പം ഇത്രയുള്ളൂ. അടുത്ത വീഡിയോയിൽ വരാം.